3D സിനിമയാണല്ലോ, അതും PXL ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, റിയൽ ഡി 3D കൂടിയാണ്. അപ്പം എന്നാൽ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ. എന്തായാലും റിയൽ ഡി 3D തന്നെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. എന്തുകൊണ്ട് ഇത് വേറെ ലെവലാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീടിച്ചിട്ട് പറയാം. എന്തായാലും PXL കുറച്ച് നാൾക്ക് ശേഷമുള്ള സിനിമ കാണാൻ വന്നത്, അന്തമാതിരി കിടിലം ക്വാളിറ്റി നൽകിയൊരു പടം. ദ ബാഡ് ഗൈസ് പാർട്ട് 2, സീക്വൽ ടു ദ ബാഡ് ഗൈസ്. ദ ബാഡ് ഗൈസ് എന്നുള്ള സിനിമ 2022 ഇറങ്ങിയ സിനിമയായിരുന്നു. അതും 3D ആയിരുന്നു, ഇതും 3D ആണ്. വാട്ട് എ കിഡിലോൾസ്കി 3D എക്സ്പീരിയൻസ്. അതും റിയൽ ഡി 3D മോഡുലേറ്റർ യൂസ് ചെയ്യുന്ന, റിയൽ ഡി 3Dയുടെ അൾട്ടിമേറ്റ് എന്നുള്ള മോഡുലേറ്റർ യൂസ് ചെയ്യുന്ന PXL വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമ ഫ്ലാറ്റ് റേഷ്യോ മൂവി അല്ല, അതുകൊണ്ട് തന്നെ PXL മുകളിലും അടിയിലും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. പക്ഷേ വന്നിരിക്കുന്ന പ്രിൻ്റ്, ഡ്രീം വർക്ക്സ് അയച്ചിരിക്കുന്ന പ്രിൻ്റ് 2K 3D ആണെങ്കിൽ പോലും കിടിലനായിരുന്നു. കിടിലം, അന്യായ സൗണ്ട് മിക്സ് ആൻഡ് സൗണ്ട് ഡിസൈൻ. അത് കൂടാതെ വേറെ ലെവൽ ആനിമേഷൻ. ഇത് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനിത് എന്തുകൊണ്ടും PXL കണ്ടതിൽ ഞാൻ വളരെയധികം ലക്കിയാണ്. ഞാൻ എടുത്ത വളരെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനായിരുന്നു. ഇന്നൊരൊറ്റ ഷോ ഉണ്ടായിരുന്നുള്ളൂ, 2:45 ഷോ ആയിരുന്നു. ഞാൻ അതിന് പോയി, ധന്യനായി. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ എക്സ്പീരിയൻസ്. PXL അന്യായ എക്സ്പീരിയൻസ് തന്നു, അന്യായ എക്സ്പീരിയൻസ്. സൗണ്ട് ആയിക്കോട്ടെ, വിഷ്വൽ ആയിക്കോട്ടെ, 3D ആയിക്കോട്ടെ, ടോപ്പ് നോച്ച് ആയിരുന്നു. അടിപൊളി, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. 190 രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, 210 രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 210 രൂപയുടെ ടിക്കറ്റ് എടുത്തത് ഓഫറിന് ശേഷം 200 രൂപയ്ക്ക് എനിക്ക് കിട്ടി. കാരണം എനിക്ക് മറ്റേ PVR ഇനോക്സ് ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് കിട്ടിയാൽ നല്ലത് തന്നെ പറയും, അതിലൊരു മടിയും കാണിക്കുന്നതല്ല. PVR PXL is undoubtedly the best non IMAX theatre in കൊച്ചി. അത് അൺഡൗട്ടഡ്ലി പറയാം ഫോർ 3D മൂവീസ്. കാരണം വേറെ എങ്ങും PVRൻ്റെ തന്നെ ലുലു സ്ക്രീൻ 6 അറ്റ് ലുലു ആ ഒരു വെന്യൂ അല്ലാതെ വേറെ എങ്ങും റിയൽ ഡി 3D അൾട്ടിമേറ്റ് എന്നുള്ള 3D മോഡുലേറ്റർ യൂസ് ചെയ്യുന്നില്ല കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ ഇത് PVR സ്ക്രീൻ 6 ലുലു അല്ലെങ്കിൽ PVR ഫോറം മോള് സ്ക്രീൻ 4 അഥവാ PXL കാണുന്നതിലും ബെറ്ററായിട്ട് വേറെ എങ്ങും ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. രണ്ടും 4K ലേസർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഫോറം മോൾ PXL സ്ക്രീൻ 4 ക്രിസ്റ്റിയുടെ 4K ലേസർ പ്രൊജക്ഷൻ ഓഫ് 4th gen വെർഷൻ. PVR ലുലു സ്ക്രീൻ 6 ബാർകോഡ SP4K ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ കണ്ടിരിക്കുന്നത് PVR ഫോറം മോൾ PXL ആണ്. സ്ക്രീൻ 6 ലുലുലായിരുന്നത് കണ്ടിരുന്നെങ്കിൽ അവിടെ ബ്ലാക്ക് ബാർ ഒന്നും ഉണ്ടാവില്ല. കാരണം മുകളിലും അടിയിലും ബ്ലാക്ക് ബാർ വരുന്ന കേസ് വരുന്നില്ല. കാരണം അത് ഓൾറെഡി ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്. ഈ സിനിമ സ്കോപ്പ് റേഷ്യോയിലും ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ഇത് ഷോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും കണ്ടുനോക്കാൻ ഞാൻ പറയും. അടിപൊളി പടം. ഫസ്റ്റ് പടത്തിനേക്കാളും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു. മ്യൂസിക് ബൈ ഡാനിയൽ പെമ്പേർട്ടൺ. എൻ്റെ പൊന്നു, എന്ത് സ്കോറാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു സ്റ്റോറി ഇതിനകത്തുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. അത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. കാരണം ഇതിനകത്തുള്ള ഒരു ലാസ്റ്റ് ഒരു 20 minutes എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റെല്ലാറിൻ്റെ ഒരു ആനിമേറ്റഡ് പതിപ്പെടുത്ത് വെച്ച പോലെ പരിപാടികൾ. ഡോക്കിംഗ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് കിഡിലായിട്ട് ചെയ്തേക്കണം. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നതും ബഹിരാകാശത്ത് എന്നിട്ട് കുറേ സംഭവം, അത് എന്ത് കിഡിലായിട്ട് എടുത്ത് വെച്ചേക്കണെന്നറിയാമോ. വേറെ ലെവലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഡെസ്പെക്കബിൾ മീ 4 കണ്ട അമ്മാതിരി അജാതി ക്വാളിറ്റിയിലാണ് ഈ സിനിമ ഞങ്ങൾ കണ്ടത്. കൂടെ രാഹുൽ ഉണ്ടായിരുന്നു. രാഹുലും നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. രാഹുൽ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ കോയിൻസിഡൻ്റലി ആണ് രണ്ടുപേരും അടുത്തടുത്ത സീറ്റിൽ വരികയും ചെയ്തത്, സെയിം ഷോയിലും വരികയും ചെയ്തത്. അത് ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ഡിസിഷനായിരുന്നു. ഞങ്ങൾ സമയം ഒത്തു വന്നു സെയിം ഷോയ്ക്ക്. അവനും പോകണ്ടെന്ന് പറഞ്ഞു, ഞാനും പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ മീറ്റ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് കണ്ടു അടുത്തടുത്ത സീറ്റിലിരുന്നുകൊണ്ട്. എൻ്റെ പൊന്നു, കിടിലൻ എക്സ്പീരിയൻസ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആനിമേഷൻ മൂവീസ് ഹാവ് സീൻ ദിസ് ഇയർ. പ്രോബബ്ലി ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊല്ലം ഞാൻ കണ്ട ആനിമേഷൻ സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും എൻജോയബിൾ ആയിട്ട് തോന്നിയ കിടിലൻ പടം. ഇതേ കൊല്ലം തന്നെയാണ് ഞാൻ മൈൻക്രാഫ്റ്റ് കണ്ടത്, ഒക്കെ കണ്ടത്. പക്ഷെ അപ്പോഴും ഞാൻ പറയുകയാണ്,
ഇതാണ് ഇക്കൊല്ലം എനിക്ക് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയ ആനിമേഷൻ ചിത്രം. അത്ര എൻ്റർടൈനിങ് ആയിരുന്നു. അമ്മാതിരി ഒരു കിഡിലൻ 3D ഡെപ്ത് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. 3D കൊടുത്ത പൈസയ്ക്ക് മൂല്യം തന്നു. അതേപോലെ റിയലി 3D ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ഇത് കൂടാതെ ഈ സിനിമയിൽ നല്ല രീതിയിൽ ഡെപ്ത് ചെയ്തിട്ടുണ്ട്, നല്ല ഡെപ്ത് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ സിനിമ വേറെ എവിടെയെങ്കിലും കണ്ടിട്ട് ഡെപ്ത് കിട്ടിയില്ല എന്ന് തോന്നിയാൽ അൺഡൗട്ടഡ്ലി അവിടുത്തെ 3D മോഡുലേറ്ററിൻ്റെ അല്ലെങ്കിൽ 3D ഗ്ലാസിൻ്റെ കുഴപ്പമായിരിക്കും. പിന്നെ കറക്റ്റായിട്ട് PXL ഇന്ന് റിയലി 3D ഗ്ലാസ്സസ് തന്നെ നൽകുകയും ചെയ്തു. അപ്പോൾ ഇറ്റ് ആഡഡ് വാല്യൂ ടു ദിസ് എക്സ്പീരിയൻസ്. കാരണം കറക്റ്റായ 3D മോഡുലേറ്ററിൽ കറക്റ്റായ 3D ഗ്ലാസ്, അതിൻ്റെ അനുയോജ്യമായ 3D ഗ്ലാസ് വെച്ച് നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ടോപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിയലി 3D അൾട്ടിമേറ്റ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്ന ഇതേ തിയേറ്റർ സ്ക്രീനിൽ റിയലി 3Dയുടെ ഒറിജിനൽ ഗ്ലാസ് വെച്ച് സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഫീലിംഗ് അത് പൊളിയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറഞ്ഞിരിക്കും. എക്സലൻറ്റ് ജോബ് ബൈ PVR ഫോറമോൾ. പക്ഷേ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ ഷോ ലിസ്റ്റ് ചെയ്ത ടൈമിങ്, ഈ സിനിമ ഫോക്കസ് ചെയ്യുന്ന കൂടുതലും കുട്ടികൾക്കായിരിക്കും. പക്ഷേ എന്നാൽ ഈ സിനിമ ഒരു കുട്ടികളുടെ പടം മാത്രമല്ല, ഇത് കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ എന്താ പറയുക പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഡയലോഗ്സ് ആയിക്കോട്ടെ എല്ലാം ആക്ച്വലി ഒരു മെച്യൂർ ഓഡിയൻസിനും കൂടി പറ്റുന്ന രീതിയിലൊരു പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ആപ്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 8 മണിക്ക് ശേഷം ഷോ ഓടുന്നതായിരുന്നു. അതാവുമ്പോൾ കുട്ടികൾ എന്തായാലും ഒറ്റയ്ക്കല്ല സിനിമ കാണാൻ വരുന്നത്, പാരൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾ, പ്രായമുള്ളവരാണെങ്കിൽ പോലും ഈ സിനിമ thoroughly എൻജോയ് ചെയ്യും. അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഈ സിനിമ എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു ടൈമിൽ ഇടണമായിരുന്നു. നല്ലത് ഇപ്പോൾ ഉച്ചയ്ക്കോ 2:45 എന്ന് പറഞ്ഞാൽ എത്ര പേര് സിനിമ കാണാൻ വരും? അത് ഇന്ന് കാണാനുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് 10-10 താഴെയോ ആളുകൾ ഇന്ന് സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഹാഫിൽ കൂടുതൽ ഓഡിയൻസോടുകൂടി മിനിമം കാണേണ്ട പടമാണ്. കാരണം അത്രയും കിഡിലിന് എക്സ്പീരിയൻസ് നൽകിയൊരു സിനിമ. അയ്യോ, ഈ കൊല്ലം തന്നെ വേറെ ലെവലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ കൊല്ലം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നീസ 2, എൻ്റെ അമ്മ, അത് IMAX, അതായിരുന്നു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഇതാണ് നീസ 2 ആണ് അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കൊല്ലം ഞങ്ങളുടെ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് നീസ 2 ആണ്. അത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഫീലിങ്ങിൽ ഞാൻ ഈ അടുത്ത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ആനിമേഷൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ സോണിക് 3 വേറെ ലെവൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് നൽകിയ പടം നീസ 2. അതാണ് അൾട്ടിമേറ്റ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത് വീണ്ടും വരുന്നുണ്ട്, റിലീസിന് വരുന്നുണ്ട്. മിസ്സായിരുന്നു മക്കളെ. അത് IMAXൽ ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെങ്ങാനും PXL വന്ന് അവിടെ കണ്ടാലും മതി എന്ന് ഞാൻ പറയുന്നു. IMAXൽ കിണ്ണം കച്ചി വേറെ റേഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അവരവിടെ ഒടുക്കത്ത ടിക്കറ്റ് റേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ PXL കാണാൻ ഞാൻ പറയും. കാരണം നീസ 2 ഒന്നാമത് 3D പടമാണ്. എനിക്ക് തോന്നുന്നു IMAX 3Dയേക്കാളും കുറച്ചും കൂടി ഇവിടെ കൊച്ചിയിലുള്ള PXL കുറച്ചും കൂടി ബ്രൈറ്റർ ആൻഡ് കളർഫുള്ളാണ് അവിടുത്തെ പ്രൊജക്ടർ. പിന്നെ റിയലി 3D അൾട്ടിമേറ്റ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ 3D എഫക്റ്റ് എനിക്ക് എപ്പോഴും IMAXനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ബ്രൈറ്ററായിട്ട് കളർഫുള്ളായിട്ട് എനിക്ക് ഇവിടെ PXL ഫീൽ ചെയ്യാറുണ്ട്. അത് മൈൻക്രാഫ്റ്റിൻ്റെ കേസിൽ എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ മറ്റേ സാധനത്തിൻ്റെ വേറെ സിനിമ ഉണ്ടായിരുന്നില്ല, ആ സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അത് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവീസ് ഐ ഹവ് സീൻ ദിസ് ഇയർ. കിഡിലെ സീക്വൽ വളരെ റെയർ ആയിട്ടാണ് 1നേക്കാൾ വേറെ ലെവലിൽ 2 വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അത് അന്തമാതിരി പടം ആയിട്ട് വരുന്നത് വളരെ റെയറാണ്. അതായത് ഇൻസൈഡ് ഔട്ട് 2 എനിക്ക് 1നേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. കഥ വേറെ ലെവലായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ടെർമിനേറ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടെർമിനേറ്റർ 2 എന്താ റേഞ്ചായിരുന്നു. അങ്ങനെ കുറേ സിനിമകളുണ്ട്. ദൃശ്യം 2 1നേക്കാൾ വേറെ ലെവലിൽ 2 വരുന്നത് വെച്ചാൽ. അപ്പോൾ അങ്ങനെ കുറച്ച് സിനിമകൾ വരാറുണ്ട് റെയറായിട്ട്. അതിൽ ഒരു സംഭവമായിട്ട് ഞാനിത് പറയും. ഗംഭീര സെക്കൻഡ് പാർട്ട് നൽകിയ ഒരു പടം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ ഫസ്റ്റിനേക്കാൾ നന്നായിട്ട് സെക്കൻഡ് തോന്നിയതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഫ്കോഴ്സ് KGF ഞാനിപ്പോൾ ഓർത്തത്. അപ്പോൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമകളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മീൻവൈൽ 3D ആരാധകരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3D കുറേ സിനിമകളുണ്ട്, ഇതിലെന്താ 3D, എവിടെ 3D എന്നൊക്കെ ഇങ്ങനെ 3D അനുഭവിക്കണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹപ്പെട്ടിട്ടും നിരാശപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സിനിമയുടെ 3D നിങ്ങൾ PXL കണ്ടു നോക്കും മക്കളെ. ഞങ്ങൾ ഇന്ന് കണ്ട ലെവലിലെ ക്വാളിറ്റി ആണെങ്കിൽ എൻ്റെ പൊന്നോ വിളിച്ചിരുന്നു. ഒരു ഡെപ്തൊക്കെ ആയിട്ട് കിഡിലൊരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ. എന്തായാലും താങ്ക് യു സോ മച്ച് ടു PVR ഫോറമോൾ PXL ഫോർ ലിസ്റ്റിംഗ് ദിസ് മൂവി ഇൻ റിയലി അൾട്ടിമേറ്റ് എക്യുപ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ ഫോർ PXL.
എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ലെവൽ ഒരു കിടിലൻ ഒരു 3D എക്സ്പീരിയൻസും കിട്ടി. പിന്നെ ഈ കൊല്ലം തന്നെ ഈലിയോ എന്നുള്ളൊരു സിനിമ ഞാൻ സ്ക്രീൻ 6 PVR ലുലു കണ്ടിട്ടുണ്ടായിരുന്നു. അതും കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പടം ഉണ്ടായി. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചെടുത്തപ്പോൾ, കാരണം ഞാനിപ്പോൾ കുറേ സിനിമയായി, എനിക്കൊന്ന് ഇക്കൊല്ലം തന്നെ 200 പടം എന്തോ ആവാറായിന്നുകൊണ്ട് ഞാൻ കണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഓർത്തെടുത്താലേ ചില സിനിമകൾ കിട്ടുന്നുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ തങ്ങിയ സിനിമകൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈലിയും അതിൽ തന്നെ പെടുന്നതാണ്. പക്ഷേ നീസ 2 ഇംഗ്ലീഷിൽ ഡബ് ചെയ്ത് വരുന്നുണ്ട്, റിലീസിന് വരുന്നുണ്ട്. എൻ്റെ മക്കളെ കണ്ടു നോക്കുക, അതാണ് അൾട്ടിമേറ്റ് സാധനം. ഇതും 3D ആരാധകരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് സിനിമയുടെ ആരാധകരാണെന്നുണ്ടെങ്കിൽ, ആനിമേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ടോപ്പ് നോച്ച് ആനിമേഷൻ ഫ്രം ഡ്രീം വർക്ക്സ് ആണ്. കുൻഫു പാൻഡയുടെ മേക്കേഴ്സാണ്. ലെവൽ ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. കുൻഫു പാൻഡയാണ് എനിക്ക് ഇവരുടെ മാരക ഒരു ക്വാളിറ്റിയിൽ വന്നേക്കുന്ന സിനിമകളിൽ ഒന്നായിട്ട് തോന്നിയിരിക്കുന്നത്. ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ, അതും ഇവരുടെ തന്നെയാണ്. ഇത്തവണ അതിൻ്റെ ലൈവ് ആക്ഷനും ഉണ്ടായിരുന്നു, അതിൻ്റെ 3D നല്ലതായിരുന്നു. പക്ഷേ ഇത് വെറുതെ വിഷയമായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ഡ്രീം വർക്ക്സ് ഫോർ സെൻഡിങ് എ ഗുഡ് ക്വാളിറ്റി DCP ഈവൻ ഇഫ് ഇറ്റ് വാസ് 2K 3D ആണെങ്കിൽ പോലും കിണ്ണം കാച്ചി ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സൗണ്ട് മിക്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ DCP വന്നിരിക്കുന്നതിൽ അറ്റ്മോസ് മിക്സ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അതൊന്ന് ഞാൻ അന്വേഷിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം, സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ മാതിരി സൗണ്ട് മിക്സഡ് അടിപൊളി, thoroughly enjoyed it. ഇതിനകത്ത് കുറച്ച് സീനുണ്ട്. അതിനകത്ത് ഒരു ബഹിരാകാശത്തുള്ള ഒരു എന്താ പറയുക, റോക്കറ്റ് ടേക്ക് ഓഫിൻ്റെ ടൈമിൽ റോക്കറ്റിൻ്റെ അറ്റഭാഗം ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു പവർ ത്രസ്റ്റർ അറ്റാച്ച് ചെയ്യുമ്പോഴേക്കുള്ള ഒരു സീനുണ്ട്. അതിനകത്ത് ഈ വുൾഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഒരു സ്റ്റെപ്പിൽ കൂടി ഓടുന്ന സീൻ, അത് 3D വെറുതെ വിഷയമായിരുന്നു. കിടിലം അന്യായ സാധനമായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ പല തവണയും സ്ക്രീനിലെ വിഷ്വൽസ് കണ്ടിട്ട് ഞാൻ രാഹുൽ ഈ സീനായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ പറയണേട്ടാ. എന്തായാലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ്. ഓരോ ക്യാരക്ടേഴ്സും, എസ്പെഷ്യലി സ്നേക്ക് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ, അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫീമെയിൽ ക്യാരക്ടർ വേറെ ഉണ്ട്. വേറൊരു പാർട്ട് 1 ഒരു ക്യാരക്ടറാണ് ഇതിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഷാങ്ചിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്വഫീന എന്നുള്ള പാട്ടുകാരി ആൻഡ് നടി, പുള്ളിക്കാരി ഇത് യൂട്യൂബറും കൂടി ആയിരുന്നതുകൊണ്ട് പുള്ളിക്കാരി ഇതിനകത്ത് ഒരു റോള് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ടെറാൻസിലയുടെ ആ ഒരു സ്പൈഡറിൻ്റെ റോളാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഷാർക്കിൻ്റെ ക്യാരക്ടർ കിഡിലൻ റോളായിരുന്നു. അങ്ങനെ മൊത്തത്തിലുള്ള വുൾഫ് എല്ലാവരും പൊളി എന്ന് പറഞ്ഞാൽ സാം റോക്ക്വെല്ലാണ് ആക്ച്വലി വുൾഫിൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റൈൽ ആൻഡ് സബ്സ്റ്റൻസ് വിത്ത് ഗ്രേറ്റ് 3D, അടിപൊളി സ്കോർ ആൻഡ് thoroughly entertaining. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി ഫീൽ ചെയ്തത്. കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യരുത് മക്കളെ, മിസ് ചെയ്യരുത്. ഞാൻ ലേറ്റായിപ്പോയി. ഇത് എനിക്ക് ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കോര സംസാരിക്കേണ്ട ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്ത ഒരു പടമാണ്. എന്തായാലും സംസാരത്തേക്കാൾ കൂടുതൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അൺബിലീവബിൾ, കിടിലം അന്തമാതിരി എക്സ്പീരിയൻസ് PXL തന്നൊരു സിനിമ. എന്തായാലും ഡോണ്ട് മിസ് ഇറ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.